ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് സഖ്യകക്ഷിയായിരിക്കുന്നു. ബി ജെ പി ഒരു പ്രത്യേക പ്രതിസന്ധിയിലാണ് ആന്ധ്രാപ്രദേശിൽ. കാരണം ആന്ധ്രാപ്രദേശിൽ നിയമസഭാ തെരഞ്ഞെടുപ്പും ലോക്സഭാ തെരഞ്ഞെടുപ്പും ഒരുമിച്ചാണ് നടക്കുന്നത്. ഇവിടെ YSR കോൺഗ്രസ് എന്ന് പറയുന്നത് ബി ജെ പിക്ക് ഒഴിച്ചുകൂടാൻ കഴിയാത്ത അത്രയും അടുപ്പമുള്ള സുഹൃത്താണ്. ലോക്സഭയിലും രാജ്യസഭയിലുമൊക്കെ, പ്രത്യേകിച്ച് രാജ്യസഭയിൽ ബി ജെ പിയുടെ പല ബില്ലുകളും പാസ്സാക്കാൻ സഹായിക്കുന്നത് ഈ YSR കോൺഗ്രസിൻ്റെ രാജ്യസഭാ എംപിമാരാണ്. അതുകൊണ്ട് വളരെയധികം അടുപ്പം ഈ ബി ജെ പിയും YSR കോൺഗ്രസും ഉണ്ട്. മറുഭാഗത്ത് TDP ഉണ്ട്, തെലുങ്കുദേശം പാർട്ടി, ചന്ദ്രബാബു നായിഡുവിൻ്റെ പാർട്ടി. 2019 ബി ജെ പിയുടെ സഖ്യം ഉപേക്ഷിച്ച് പോയ പാർട്ടി. ഏതായാലും ഇങ്ങനെ രണ്ടു പേർ, കറക്റ്റ് പറഞ്ഞാൽ ഒരു ഭാഗത്ത് ഭാര്യയും മറുഭാഗത്ത് കാമുകയുമായി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. ഒരു കാമുകൻ്റെ ഇല്ലേ ഭർത്താവിൻ്റെ അവസ്ഥയിലേക്ക് ബി ജെ പി നിൽക്കുമ്പോൾ ഇതാ ഒരു തീരുമാനം എത്തിയിരിക്കുന്നു. TDPയും പവൻ കല്യാണിൻ്റെ ജനസേനയുമായി സഖ്യത്തിന് ബി ജെ പി തയ്യാറെടുക്കുന്നു. അതിൻ്റെ അവസാനവട്ട ചർച്ചകൾ പുരോഗമിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ആന്ധ്രയിൽ നിന്ന് വരുന്ന വാർത്ത. കാരണം ബി ജെ പിക്ക് ഇവിടെ ഡബിൾ ഗെയിം കളിച്ചേ മതിയാകൂ. കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരുപക്ഷെ YSR കോൺഗ്രസുമായി ചേർന്ന് നിന്നാൽ ബി ജെ പിക്ക് 1 or 2 സീറ്റ് നേടാൻ കഴിയും. അതേസമയം YSR കോൺഗ്രസിന് ബി ജെ പിയും കൂട്ടിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ കഴിയില്ല. അങ്ങനെ നേരിട്ടാൽ അത് TDPക്ക് ഗുണം ചെയ്യും. അതുകൊണ്ട് തന്നെയാണ് ഡബിൾ ഗെയിം ബി ജെ പി കളിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിനും നിയമസഭാ തെരഞ്ഞെടുപ്പിനും എല്ലാം TDPയുടെ ഒപ്പം കൂടുക. കാരണം YSR കോൺഗ്രസ് എന്ത് തന്നെ ആയാലും ബി ജെ പിയെ വിട്ടുപോകില്ല. ഇനി ജയിച്ചു കഴിഞ്ഞാൽ ഈ YSR കോൺഗ്രസിൻ്റെ എംപിമാർ തന്നെ ബി ജെ പിക്ക് പിന്തുണയുമായി എത്തുമെന്ന് ബി ജെ പിക്ക് നന്നായി അറിയാം. ഒപ്പം നിയമസഭയിലും ലോക്സഭയിലും അക്കൗണ്ട് തുറക്കുക എന്നുള്ളത് തന്നെയാണ് ബി ജെ പി ലക്ഷ്യമിടുന്നത്. ഏതായാലും പവൻ കല്യാണും ഒപ്പം തന്നെ ചന്ദ്രബാബു നായിഡുമൊക്കെ ഇന്നലെ തന്നെ ദില്ലിയിലെത്തി. അമിത്ഷായും JP നദ്ദയുമായി ചർച്ചകൾ നടത്തുകയും ചെയ്തിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.